ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറലിസ്റ്റ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി വരുന്ന റീഡിംഗ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന അബണ്ടൻസിനെ നിങ്ങളിലേക്ക് സ്വീകരിക്കുക. ഓറക്കൽ ഡെക്കാണ് ആദ്യം നോക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ട മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത്. കെമിസ്ട്രി എന്നാണ് ആദ്യത്തെ കാർഡ്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇന്റൻസ്. ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു അഭിനിവേശം ഞാൻ എവിടെയും അനുഭവിച്ചിട്ടില്ല എന്ന് പറയാണ്. നിങ്ങളോട് തോന്നിയ ആ ഒരു പ്രണയം, ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വേറെ എവിടെ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് അവർ പറയാണ്. സ്പേസ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കുറച്ചും കൂടി അവസരം വേണം, സാവകാശം വേണം എന്ന് നിങ്ങൾ പറയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇത്രയേറെ പ്രണയം അതിപ്പോഴാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ബന്ധത്തിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും ചിന്തിക്കാനായിട്ട് അവസരം വേണമെന്ന് നിങ്ങൾ പറയുകയാണ്. അപ്പൊ അവർ കോണ്ടാക്ട് ചെയ്യുവാനുള്ള സാധ്യതയും നിങ്ങൾ പറയുന്ന കാര്യത്തെയുമാണ് ആദ്യത്തെ കാർഡ് മീൻ ചെയ്യുന്നത്. ഹാബിറ്റ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. അവർ പറയാണ് നമ്മളുടെ ഈ ബന്ധത്തിൽ മാറ്റം സംഭവിക്കുമോ, നമ്മൾ മാറുമോ എന്ന് അവർ ചിന്തിക്കുകയാണ്, നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചില വ്യക്തികൾക്ക് മാറ്റം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത്രയേറെ വേദനിച്ചിട്ടുണ്ടാവാം. അത് തന്നെയാണ് അവരിലേക്ക് ഒരു തിരിച്ചറിവ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുമോ? ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേഞ്ച് സംഭവിച്ചു എന്നവർ കരുതുകയാണ്. കൺഫ്യൂഷൻ, നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കൺഫ്യൂഷൻ ആയിട്ട് കാണിക്കുന്നത്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാർട്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് എനിക്ക് അവ്യക്തത തോന്നുകയാണ്. നിങ്ങൾ പറയാണ് എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ക്യാരക്ടർ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു വ്യക്തത ഇല്ലായ്മ ഈ ബന്ധത്തെക്കുറിച്ച് എനിക്ക് തോന്നുകയാണ്. ഇതാണ് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. റിഗ്രറ്റ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇതൊരിക്കലും സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നവർ പറയാണ്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഏതൊരു ദുർബല നിമിഷത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, മറ്റുള്ള വ്യക്തികളുടെ എനർജി ആണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയാണ് റണ്ണർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. എനിക്ക് ഇനി ഓടാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ പറയാണ്. ഈ ജീവിതത്തില് നിങ്ങൾ ഒരുപാട് ഓടിയെന്നാണ്, ഒരുപാട് അനുഭവിച്ചു എന്നാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്, അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. റിവീൽ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അവർ നിങ്ങളോട് സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്, എന്താണ് നമ്മൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം, ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, റിവീൽ ചെയ്യപ്പെടുന്നു എന്നാണ്. നിങ്ങളുടെ എനർജി പറയുന്നു സെൽഫ് ലവ്, ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുകയാണ്. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ, നിങ്ങൾ ഹീലാവാൻ ശ്രമിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, സെൽഫ് ലവ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. Forgiveness. I am struggling to get over this past.
ഭൂതകാലത്തെ മറികടക്കാനായിട്ട് ഞാൻ പാടുപെടുന്നു എന്ന് പറയാണ്. അവരുടെ എനർജിയാണ്. അപ്പൊ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ മറികടക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു എന്നാണ്. ഡിസഗ്രിമെന്റ് നിങ്ങളുടെ എനർജിയാണ്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. എനിക്ക് എന്താണ് തോന്നുന്നത്, എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ചിന്തകൾ എന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. അത് നിങ്ങൾ അവരോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുകയാണ്. റിഫ്ലക്ഷൻ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ബീങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് അകന്നു നിൽക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തത നൽകുവാനായിട്ട് അനുവദിച്ചു എന്നാണ്. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ സ്നേഹം എന്തെന്ന് തിരിച്ചറിയപ്പെടുന്നു എന്നാണ്. ഈ ഒരു ബന്ധം എന്താണ് എന്നവർ തിരിച്ചറിയുന്നു എന്നാണ്. അപ്പോൾ അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇൻസെപ്പറബിൾ എന്നാണ്. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പിരിയാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ്. അവർ ലവ് ഈസ് ഓൾവേസ് ദ ഡിസ്പൈറ്റ് ദി ഡിസ്റ്റൻസ്. എത്ര അകലെയാണെങ്കിലും നമ്മുടെ സ്നേഹം അവിടെയുണ്ട്, എന്റെ സ്നേഹം അവിടെയുണ്ട്, അതിന് മാറ്റം വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയാണ്. മാറ്റം വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആണ്. അത് നിങ്ങൾ അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. ഗോസിപ്പ് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അപ്പൊ ഗോസിപ്പിനെ ഭയപ്പെട്ടിരുന്നു എന്നവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹവും റീയൂണിയൻ എന്നാണ്. എത്രയൊക്കെ നിങ്ങൾ അവരെ എതിർക്കാൻ ശ്രമിച്ചാലും, അവരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാലും, ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് റീയൂണിയൻ എന്നാണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്നാണ്. നമ്മൾ പരസ്പരം എപ്പോഴും തിരിച്ചു വരുമെന്ന് പറയാണ്. ഇവിടെ മറ്റുള്ള വ്യക്തികളുടെ എനർജി ആവാം നിങ്ങളെയും അവരെയും തമ്മിൽ സെപ്പറേഷനിലാക്കിയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, കുറച്ച് താമസം എടുത്താലും പ്രപഞ്ച ശക്തി നിങ്ങളെ ഒരുമിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ട് ഇവിടെ കാർഡ് പറയുന്നു. നിങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനും ഉള്ള കാര്യങ്ങളെ ഓറക്കൽ ഡെക്കിലൂടെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ടാരോ കാർഡ് എടുക്കാം. 6 ഓഫ് കപ്സിന്റെ എനർജി, നിങ്ങളുടെ പേഴ്സന്റെ എനർജി നൊസ്റ്റാൾജിയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. റീകണക്ടിങ് വിത്ത് ദി പീപ്പിൾ ഫ്രം ദി പാസ്റ്റ് എന്താണ്, നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നു എന്നാണ്. ഇന്നത്തെ ദിവസം അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഹാർമണി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന, ഫ്യൂച്ചർ പദ്ധതിയിടുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങളോടൊപ്പമുള്ള നിമിഷത്തിലാണ് അവർക്ക് ഒരു ഇന്നർ പീസ് ഉണ്ടായിട്ടുള്ളത്, അവർ സമാധാനമായിട്ടിരുന്നിട്ടുള്ളത് എന്നവർ ചിന്തിക്കുകയാണ്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാലൻസ് വരികയാണ്. വിസ്ഡത്തെയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ഒരു ഗുഡ് കർമ്മ വരികയാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സക്സസ് എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ തിരിച്ചുവരവാണ് ചാരിറ്റി പറയുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ പോയതിനേക്കാളും സ്പീഡിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു അബൻഡൻസ് തന്നെയാണ് 6 ഓഫ് പെന്റക്കിൾ പറയുന്നത്. 2 വഴികളിലൂടെ, 2 വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസിനെ, പുരോഗതിയെ കാണിക്കുന്നു. ഇവിടെ 2 വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ 3 ഓഫ് പെന്റക്കിൾ പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവരുമായിട്ടുള്ള ഒരു സംഭാഷണത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരും ഈ ഒരു ബന്ധത്തില് പ്രോഗ്രസിൽ എത്തിക്കുവാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. 6 ഓഫ് സോർട്സിന്റെ എനർജി പറയുന്നു നിങ്ങളിലേക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ട്രാൻസിഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഹെൽപ്പ് അറൈവിംഗ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ്. പേഴ്സണൽ ഗ്രോത്തിനെ, നിങ്ങളിലേക്ക് വരുന്ന വ്യക്തിയുടെ എനർജിയെ കാർഡ് മെയിൻ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു സമയം കടന്നു പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈസി ആയിട്ട് കടന്നു പോകും. നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ്.
ഇവിടെ ഓറക്കൽ ഡെക്കിലും ടാരോ കാർഡിലും പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ്. അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നു എന്നാണ്. ഇവിടെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. തീരുമാനം നിങ്ങളുടേതാണ്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.